ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മാൻഡ്രൻ്റ് എഫക്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട്. സോ കുറച്ച് ആൾക്കാർക്ക് എങ്കിലും നമ്മുടെ നമ്മുടെ ചാനലിനെ പറ്റി അറിയാം, നമ്മുടെ ഈ ചെറിയൊരു അക്കാദമിയെ പറ്റി അറിയാം. അവിടെ എൻ്റെ കുറച്ച് 2-3 ബാച്ചായിട്ട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്നെ ആദ്യം മുതൽ അറിയുന്നവർക്കറിയാം. ഞാൻ ട്രേഡിങ് ചെയ്യുന്ന സമയം മുതൽ ഞാൻ നല്ലോണം, അതായത് ഞാനൊരു നല്ല രീതിയിൽ എനിക്ക് ട്രേഡിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായത് മുതൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഒരു കൺസെപ്റ്റ് വന്നത്, നമുക്കൊരു അക്കാദമി ആയിട്ട് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. ഓക്കെ, സോ ചെറിയൊരു അക്കാദമി ആയിട്ട് തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അഫോർഡബിൾ ഒരു ഫീസിലാണ് നമ്മൾ അക്കാദമി ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. സോ അതും എത്ര നാൾ ഞാനത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കെൻ്റെ സമയം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ബേസിക്കലി ഞാനൊരു ട്രേഡറാണ്, ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. സോ അതുകൊണ്ട് തന്നെ എത്ര നാൾ എനിക്ക് ആ ഒരു ഫ്ലോയിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ നിർത്തും. ഓക്കെ, കാരണം എനിക്ക് അത്രയും സമയം കിട്ടുന്നില്ല. കാരണം ഫോറക്സ് മാർക്കറ്റ്, അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള സമയം, ഫ്രീ ടൈം എനിക്ക് ഒരുപാട് മിസ്സാകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നാളെ അതൊക്കെ ചെയ്തുള്ളൂ. സോ നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതും SMC, പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് എൻ്റെ പുതിയ കോഴ്സിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചു, അതായത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് കോഴ്സൊന്നും പെട്ടെന്ന് എടുത്ത് പഠിക്കാൻ പറ്റാത്തവരാൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മലയാളം യൂട്യൂബ് ചാനലുകളിൽ തന്നെ, ഐ തിങ്ക് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു പ്രോപ്പർ ഒരു കോഴ്സ്, ഫ്രീ ഒരു കോഴ്സ്, ഒരു SMC ICT കൺസെപ്റ്റിൻ്റെ ഒരു കോഴ്സ് നമ്മുടെ മലയാളം യൂട്യൂബ് ചാനലില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു SMC ICT കൺസെപ്റ്റിൻ്റെ ഒരു കോഴ്സ് ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആണ്. സോ ഈ ഇൻട്രോ വീഡിയോയുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ ഇന്നത്തോട്ട് ചെയ്തുള്ളൂ. കാരണം ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ ടൈം, ഓക്കെ, എൻ്റെ എഫേർട്ട്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് നമ്മളൊരു 1000+ വ്യൂസ്, ഒരുപാടൊന്നും പറയുന്നില്ല, ഒരു 1000+ വ്യൂസ്, കാണുന്നവരെല്ലാം ഷെയർ ചെയ്തിട്ട് ഒരു 1000+ വ്യൂസ്, ഒരു 100 ലൈക്സ്, കുറച്ചേ ഞാൻ പറയുന്നുള്ളൂ, 100 ലൈക്സ് ആൻഡ് 1000+ വ്യൂസ് നമ്മുടെ ഈ ഇൻട്രോ വീഡിയോയ്ക്ക് നിങ്ങൾ കാണുന്നവർ ഓരോരുത്തരും ചെയ്ത് തരികയാണെങ്കിൽ നമ്മുടെ ഈ കോഴ്സ് നിങ്ങൾ ഒരു 50,000, ഒരു 1 lakh കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതിൽ കൂടുതൽ കാര്യം ഈ ഒരു ഫ്രീ കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ ഒരു സ്റ്റാർട്ട് ഇന്ന് ഞാൻ ഈ കോഴ്സ് ഇതിൻ്റെ ഒപ്പം ഞാൻ ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കോഴ്സിൻ്റെ ഫസ്റ്റ് ഒരു ചാപ്റ്ററും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഓക്കെ, സോ ഇത് SMC കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് എ വെരി പവർഫുൾ കൺസെപ്റ്റ്. ഓക്കെ, അതായത് സ്മാർട്ട് മണിയുടെ ഫുട് പ്രിൻറ്റ്സ് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് SMC ICT കൺസെപ്റ്റ്. ഓക്കെ, സ്മാർട്ട് മണി കൺസെപ്റ്റ്. ഓക്കെ, സോ നമുക്ക് ആ രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ട്രേഡ് ചെയ്യാൻ, വളരെ ഈസിയാണ്. സോ ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം പഠിക്കും? ഇൻഡ്യൂസ്മെൻറ്റ് പഠിക്കും. ഓക്കെ, IDM എന്താണെന്ന് പഠിക്കും, IDM. ഓക്കെ, IDM എന്താണെന്ന് പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കും ഓർഡർ ഫ്ലോ, മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കും മാർക്കറ്റ് സ്ട്രക്ചർ. ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കും. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ നമ്പർ 1. ഞാൻ ഇതൊന്ന് മാറ്റാം. ഓക്കെ, നമ്പർ 1 നമ്മൾ പഠിക്കും മാർക്കറ്റ് സൈക്കിൾ.
അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, മാർക്കറ്റ് സൈക്കിൾ ഓർ സ്ട്രക്ചർ. ഞാൻ ഇങ്ങനെ എഴുതുന്നുള്ളൂ, SRT സ്ട്രക്ചർ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കും വാട്ട് ഈസ് ബോസ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബോസ്. പിന്നെ നമ്മൾ പഠിക്കും ബട്ട് ബ്രേക്കോ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. ബട്ട് എന്താണ് വാലിഡ് ബ്രേക്കോ സ്ട്രക്ചർ? എന്താണ് വാലിഡ് ബ്രേക്കോ സ്ട്രക്ചർ? പിന്നെ നമ്മൾ പഠിക്കും, എന്താണ് പഠിക്കുന്നത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ബട്ട് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, വാട്ട് ഈസ് വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ? ഓക്കെ, വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പിന്നെ നമ്മൾ പഠിക്കും IDM, ഇൻഡ്യൂസ്മെൻറ്റ്. എന്താണ് IDM? ഇൻഡ്യൂസ്മെൻറ്റ്. IDM എന്താണെന്ന് പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കും, എന്ത് പഠിക്കും? നമ്പർ 5 നമ്മൾ പഠിക്കും ഓർഡർ ബ്ലോക്സ്. പിന്നെ നമ്മൾ പഠിക്കും വാലിഡ് ഓർഡർ ബ്ലോക്സ്. എന്ത് പഠിക്കും? വാലിഡ് ഓർഡർ ബ്ലോക്സ്. പിന്നെ നമ്മൾ എന്ത് പഠിക്കും? നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് FEG. ഓക്കെ, ആൻഡ് BAG, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് ബ്രേക്ക് അവേ ഗ്യാപ്പ്. ഓക്കെ, സോ 8 നമ്മൾ പഠിക്കും വാലിഡ് FEG and valid BAG. Okay, so market cycle, market structure, BOS, change of character, valid change of character, inducement, order blocks, valid order blocks, valid FEG, breakaway gap. Okay, valid breakaway gap. അത് കഴിഞ്ഞിട്ട് 9th നമ്മൾ പഠിക്കും order flow. Okay, 10th നമ്മൾ പഠിക്കും what is real liquidity. പിന്നെ ഇതിന് താഴെ മിറ്റിഗേഷൻ ബ്ലോക്ക്, വാലിഡ് മിറ്റിഗേഷൻ ബ്ലോക്ക്. ഓക്കെ, ഞാൻ എല്ലാം ഇപ്പോൾ എഴുതുന്നില്ല. ബ്രേക്ക് അവേ അവിടെ പോയി എല്ലാം. ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്രീ കോഴ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഈ ഒരു ഫ്രീ കോഴ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഇതാണ്, 1000 വ്യൂസ് ആൻഡ് 100+ ലൈക്സ്. സോ അത് ലൈക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ പഠിക്കും. ഈ കോഴ്സ് ചെയ്ത് കാരണം ഐ ആം ഗ്യാരണ്ടീഡ് നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവും. ഐ ആം ഗ്യാരണ്ടി. ഓക്കെ, സോ ഇന്ന് നമുക്ക് പഠിക്കാം വാട്ട് ഈസ് ഫ്രാക്റ്റൽ. ഓക്കെ, നമ്പർ 1. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണ്? ഇന്ന് നമ്മുടെ ടോപ്പിക്കാണ് വാട്ട് ഈസ് ഫ്രാക്റ്റൽ. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് FRACTAL ഫ്രാക്റ്റൽ. എന്താണ് ഫ്രാക്റ്റൽ? ഓക്കെ, വാട്ട് ഈസ് ഫ്രാക്റ്റൽ? സോ ഇത് നമ്മുടെ SMCയിലുള്ള കാര്യമാണ്. വാട്ട് ഈസ് ഫ്രാക്റ്റൽ? ഓക്കെ, എന്താണ് ഫ്രാക്റ്റൽ? ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞാൽ ഇസ് ലൈക്ക് എ പിരമിഡ്. ഇതൊരു പിരമിഡാണ്. ഇതിനെയാണ് നമ്മൾ ഫ്രാക്റ്റൽ എന്ന് പറയുന്നത്. സോ ഈ പിരമിഡിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഇറ്റ്സ് എ ബിഗ് പിരമിഡ്. അതിന് ഇൻസൈഡിൽ ഒരു ചെറിയ പിരമിഡ്. ആ പിരമിഡിൻ്റെ ഉള്ളിൽ വേറെയും ചെറിയ
പിരമിഡ്സ് ആണ് അല്ലേ. അതിൻ്റെ ഉള്ളിലും വേറെ വേറെ ചെറിയ 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 പിരമിഡ്സ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആണ് കാണുന്നത്. ഒരു വലിയ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ചെറിയ 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 ട്രയാങ്കിൾസ്. സോ ഇത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും? നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയും? ഒരു പിരമിഡിനെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയും? ദിസ് ഇസ് എ ബിഗ് ട്രയാങ്കിൾ. ഓക്കെ, ദിസ് എ ബിഗ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ചെറിയ 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 ട്രയാങ്കിൾസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ട്രയാങ്കിൾ. സോ ഇതിൻ്റെ ഉള്ളിൽ കുറേ ട്രയാങ്കിൾ വരയ്ക്കാം, എനിക്കിപ്പോൾ ഞാൻ വരയ്ക്കുന്നില്ല, ബട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനുള്ളിൽ ചെറിയ ചെറിയ ട്രയാങ്കിൾ. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്റ്റൽസ്. ഓക്കെ, ഫ്രാക്റ്റൽസ്. സോ ഇതാണ് ഫ്രാക്റ്റൽസ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഫ്രെയിം. ദ വൺ തിങ് ഈസ് ദ ടൈം ഫ്രെയിം. എന്താണ്? ഒരു കാര്യം നമ്മുടെ ടൈം ഫ്രെയിമാണ്. അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ടൈം ഫ്രെയിമിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ജസ്റ്റ് നിങ്ങളുടെ IQ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും നിങ്ങൾക്ക് ടൈം ഫ്രെയിമിൽ മനസ്സിലാവുന്നത്? Anybody can comment? The time frame inside the frame is called fractal. The time frame inside the frame is called fractal. അതായത് നമ്മളൊരു 4 hour എടുത്താൽ ആ 4 hourൻ്റെ ഉള്ളിൽ എത്ര ഫ്രെയിംസ് ഉണ്ട്? 3 hour, 2 hour, 1 hour അല്ലേ? ഒരു 1 hourനെ എടുത്താലോ 1 hourൻ്റെ ഉള്ളിൽ എത്ര ഫ്രെയിംസ് ഉണ്ട്? 45 minutes, 30 minutes, 50 minutes, 10 minutes, 5 minutes, 3 minutes, 1 minute. ഒരു 30 minutesൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര ഫ്രെയിംസ് ഉണ്ട്? 50 minutes, 10 minutes, 5 minutes, 5 minutes, 1 minute അല്ലേ? സോ എല്ലാ ഫ്രെയിംസിൻ്റെ ഉള്ളിലും ഫ്രെയിംസ് ഉണ്ട് അല്ലേ? എല്ലാ ഫ്രെയിംസിൻ്റെ ഉള്ളിലും ഫ്രെയിംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ 4 hour ചാർട്ട്. ഓക്കെ, ദിസ് ഈസ് എ 4 hour ചാർട്ട്. ഇതൊരു 4 hour ചാർട്ടാണ്. ഇതൊരു 4 hour ചാർട്ടാണ്. സോ ഒരു ക്യാൻഡിൽ എന്താണ്? നമ്മുടെ 4 hourൻ്റെ ഒറ്റ ക്യാൻഡിലാണ്. അത് നമ്മൾ 1 hourലോട്ട് മാറ്റിയാൽ ആ 4 hourൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടി? 1 hourലെ സ്ട്രക്ചർ കിട്ടി. 1 hourലെ 4 ക്യാൻഡിൽ കിട്ടി. സോ അതിനെ നമ്മൾ ഒരു 30 minute കൺവേർട്ട് ചെയ്താലോ? 30 minutesലെ 4 hourൽ എത്ര ക്യാൻഡിലുണ്ടോ അത്രയും ക്യാൻഡിൽ 30 minutes കാണാൻ പറ്റി. അതായത് നമ്മൾ 50 minutes കൺവേർട്ട് ചെയ്താലോ? 50 minutes നമുക്ക് എന്ത് കിട്ടി? 4 hourൽ എത്ര ക്യാൻഡിലുണ്ടോ അത്രയും ക്യാൻഡിൽ കാണാൻ പറ്റി. 10 minutesലും 5 minutesലും സെയിം കാണാൻ പറ്റുമല്ലോ. സോ നമ്മൾ 4 hourൽ സിംഗിളായിട്ട് കണ്ടൊരു ക്യാൻഡിൽ അല്ലേ, സിംഗിളായിട്ട് കണ്ടൊരു ക്യാൻഡിൽ 1 hourലോട്ട് വന്നപ്പം നമുക്ക് അതിനെ ഒരു സൈഡ് വേസ് സ്ട്രക്ചറായിട്ട് കണ്ടു അല്ലേ? ഒരേ നിരയിൽ മാർക്കറ്റ് പോകുന്നു. സോ 4 hourൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ എന്താണ്? 1 hourൽ ഒരു സൈഡ് വേസ് സ്ട്രക്ചറാണ് അല്ലേ? അത് കഴിഞ്ഞ് 30 minute വന്നപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി? ഓൾസോ ലൈക്ക് എ സൈഡ് വേസ് സ്ട്രക്ചർ അല്ലേ? ഒരു സൈഡ് വേസ് സ്ട്രക്ചർ. സോ അത് കഴിഞ്ഞ് 50 minutes വന്നപ്പം ചെറിയ ഒരു അപ്പ് ആൻഡ് ഡൗൺ കാണുന്നുണ്ട്. ഒരു ഹൈ, ഒരു ലോ ആൻഡ് ഒരു ഹൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതൊരു സ്ട്രക്ചറാണ്. 5 minutes വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പ്രോപ്പർ വേറൊരു സ്ട്രക്ചർ കിട്ടി അല്ലേ? നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ കിട്ടി. ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ അല്ലേ? സോ അപ്പോൾ ഫ്രാക്ചറിനെ നമുക്ക് എങ്ങനെയും കൂടെ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ ദ ടൈം ഫ്രെയിം ഇൻസൈഡ് ദ ഫ്രെയിം ഈസ് കോൾഡ് ഫ്രാക്റ്റൽ ആൻഡ് ദ സ്ട്രക്ചർ ഇൻസൈഡ് ദ സ്ട്രക്ചർ ഈസ് ഓൾസോ കോൾഡ് എ ഫ്രാക്റ്റൽ അല്ലേ? ദ സ്ട്രക്ചർ, അതായത് 4 മണിക്കൂർ കാണുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഇൻസൈഡിൽ കാണുന്ന മറ്റൊരു സ്ട്രക്ചറിനെയും നമ്മൾ ഫ്രാക്റ്റൽ എന്ന് പറയും. അതായത് നമ്മൾ വീക്കിലിട്ടാൽ ഇതൊരു സ്ട്രക്ചറാണ്. എന്താണ്? ഇതൊരു അപ് ട്രെൻഡാണ്. ഓക്കെ, ഡെയിലിയിലിട്ടാൽ ഓൾസോ ഇസ് അപ് ട്രെൻഡ്. 4 hourലിട്ടാലോ ഇസ് ഓൾസോ എ അപ് ട്രെൻഡ്. സോ 4 ടൈം ഫ്രെയിമിലും ഈ സ്ട്രക്ചർ എന്താണ്? ട്രെൻഡ് എന്താണ്? അപ് ട്രെൻഡാണ്. 1 ഡേയിലിട്ടാൽ 1 hourലിട്ടാലോ ഇസ് എ അപ് ട്രെൻഡ്
അപ് ട്രെൻഡ് അല്ലേ, സബ് ട്രെൻഡ്. ദ സ്ട്രക്ചർ ഈസ് അപ് ട്രെൻഡ്. ബട്ട് 50 മിനിറ്റ്സ് ഇട്ടാൽ എസ് ഈസ് എ അപ് ട്രെൻഡ്. ബട്ട് 5 മിനിറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ് ട്രെൻഡിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ ഡൗൺ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ദ സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ സ്ട്രക്ചറിന് നമ്മൾ കാണാൻ പറ്റും. സോ ഫ്രാക്ടൽ എന്താണെന്ന് മനസ്സിലായോ? ദ സ്ട്രക്ചർ ഇൻസൈഡ് ദ സ്ട്രക്ചർ ഈസ് ഓൾസോ കോൾഡ് എ ഫ്രാക്ടൽ ആൻഡ് ദ ടൈം ഫ്രെയിം ഇൻസൈഡ് ദ ടൈം ഫ്രെയിം ഈസ് ഓൾസോ കോൾഡ് എ ഫ്രാക്ടൽ. സോ ഒരു വലിയ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ സ്ട്രക്ചറിനെയും നമ്മൾ ഫ്രാക്ടൽ എന്ന് വിളിക്കും. ആൻഡ് ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ ഫ്രെയിംസിനെയും നമ്മൾ എന്ത് വിളിക്കും? ഫ്രാക്ടൽ എന്ന് വിളിക്കും. മനസ്സിലായോ? ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മുടെ ഫ്രീ SMC ICT കോഴ്സിൻ്റെ പാർട്ട് 1 ഒരു ഇൻട്രോ വീഡിയോ ആയിരുന്നു ഇന്ന്. സോ അതിൽ ഫ്രാക്ടൽ എന്ന് ജസ്റ്റ് എന്താണെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് സൈക്കിൾ, സ്ട്രക്ചർ മാപ്പിംഗ്, ഇതിപ്പോൾ 10 എഴുതിയിട്ടുള്ളൂ, ഒരുപാട് ഉണ്ട് താവോട്ട്. ചിലപ്പോൾ ഒരു വലിയൊരു കോഴ്സ് തന്നെ ആയിരിക്കും. ഇത് ഫ്രീ കോഴ്സാണ്. സോ ഇത് ഇത് ഞാൻ മുൻപോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് അപ്ലൈ ആണ്. അതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ദിസ് കോഴ്സ്. ഓക്കെ, സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം സൂപ്പറായിട്ട് തന്നെ. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.